ഗുളികകൾ കാരണം സൈക്കോളജിയും സൈക്യാട്രിയും എപ്പോഴും പേരുദോഷം കേൾക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ നേരിടുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. കാരണം കൗൺസിലർമാരെ പോയി കാണുന്നതിലുള്ള മടി ഭാഗ്യവശാൽ ഇപ്പോൾ കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ സൈക്യാട്രിസ്റ്റുകളെ കാണാൻ പോകുന്നതും അവർ മരുന്നുകൾ എഴുതി നൽകുന്നതുമായ കാര്യം ഇപ്പോഴും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നോടാണോ? ഞാൻ ഈ ശാസ്ത്രത്തെ തള്ളിക്കളയുകയല്ല. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. അതിലേക്ക് വിഷാദം കൂടി വരുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ ഇരട്ടിയാക്കുകയാണ്. ഇതിനാണ് ആക്ടിവിസ്റ്റുകൾ എന്നെ... നിങ്ങളും അങ്ങനെയാണോ വിചാരിച്ചത്? ശരി, ഞാനത് വിശദീകരിക്കാം. എനിക്കത് മനസ്സിലാകും. ഈ രംഗത്തുള്ള പലരുമായും എനിക്ക് അടുത്ത ബന്ധമുണ്ട്. കൂടാതെ ദിവസവും ആയിരക്കണക്കിന് പേരെ ഞാൻ കാണാറുണ്ട്. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരല്ല, പലരും തളർന്നു പോകും. അവർക്ക് ഡോക്ടറുടെ സഹായം വേണം. നമ്മൾ ഒരിക്കലും അതിനെ തള്ളിക്കളയുകയല്ല. പക്ഷേ ഓരോ മനുഷ്യരിലും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം വളർത്തിയെടുക്കണം. അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അവരുടെ ഉത്തരവാദിത്വമായിരിക്കണം. ചെറുപ്പകാലം മുതലേ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരും. എല്ലാവരും രോഗബാധിതരാണെന്നല്ല. അങ്ങനെ അസുഖമുള്ളവർക്ക് മരുന്നില്ലാതെ ഒരു നിശ്ചിത കാലയളവിലേക്ക് പുറത്തു വരാൻ കഴിയില്ലായിരിക്കും. ചിലർക്ക് പുറത്തു വരാനും കഴിയില്ല. അങ്ങനെയുമുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരിലുമുള്ള ആ ചെറിയൊരു ഭ്രാന്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എനിക്കും വിഷാദത്തിലേക്ക് വീഴാൻ പറ്റും. എനിക്കും സ്വയം വിഷാദത്തിലാകാൻ പറ്റും. വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ എല്ലാവർക്കും തങ്ങളെ തന്നെ വിഷാദത്തിലേക്ക് തള്ളി നീക്കാൻ പറ്റും. ശരിയല്ലേ? സാധ്യമല്ലേ? അപ്പോൾ അങ്ങ് പറയുന്നത് വിഷാദം നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് എന്നാണോ? ഡിപ്രഷൻ ഒരു ചോയ്സ് ആണെന്നാണോ? ദയവായി മനസ്സിലാക്കൂ, ചിലർക്ക് അത് രോഗമാണ്. അവർ അറിയാതെ തന്നെ അത് അവരെ ബാധിക്കും. പക്ഷേ പലരും അതിലേക്ക് സ്വയം തള്ളി നീങ്ങുകയാണ്. നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്താണ് പറയാറുള്ളത്? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അതായത് ബോധപൂർവം നിങ്ങൾ ഭ്രാന്ത് കാണിക്കുന്നു. സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ സമനിലയും ഭ്രാന്തും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഒരു ദിവസം ആ പരിധി ലംഘിക്കും. ശാരീരികവും മാനസികവുമായും രോഗികളാകേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് പേർ ഈ ലോകത്തുണ്ട്. മനസ്സിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ശാരീരികമായും മാനസികമായും അവർക്ക് അസുഖം വരേണ്ടതില്ല. നോക്കൂ, കഴിഞ്ഞ 50 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് ഹൃദയ ശസ്ത്രക്രിയകൾ നടന്നു. ഇന്ന് ഡോക്ടർമാർ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, മാംസം ഒഴിവാക്കി നല്ല ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യം വരില്ലെന്ന്. അത് ലോകത്തെ ഹൃദയ ചികിത്സയ്ക്ക് എതിരാണോ? പിന്നെന്തിനാണ് മനഃശാസ്ത്രം ഇത്ര പേടിക്കുന്നത്? ഒരിക്കലുമല്ല. അതിന് കൃത്യമായ രീതികളുണ്ട്. എനിക്ക് സങ്കടം വരാം, ചിലപ്പോൾ വലിയ സങ്കടം വരാം. പക്ഷേ അതിനർത്ഥം എനിക്ക് വിഷാദമാണെന്നല്ല. എനിക്ക് സങ്കടപ്പെടാൻ അവകാശമുണ്ട്. അത് ആർക്കാണ് അറിയാത്തത്? സങ്കടവും വിഷാദവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത അത്ര വിഡ്ഢിയാണോ ഞാൻ? എങ്കിലും ആളുകൾ അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ആളുകൾ സ്വയം വിഷാദത്തിലേക്ക് കൂപ്പുകുത്താൻ സാധ്യതയില്ലേ? ആ ആളുകൾ തന്നെ പിന്നീട് നിശ്ചയദാർഢ്യത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട്. അതൊരു സത്യമല്ലേ? ആയിരക്കണക്കിന് പേർ ഉണ്ടോ ഇല്ലയോ? ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരും മരുന്നിനെ ആശ്രയിക്കേണ്ട ഘട്ടത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ചില തൊഴിലിനെ ബാധിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യത്വത്തെക്കുറിച്ചാണ്. നന്ദി സദ്ഗുരു. അഞ്ജലി ഈ ഉത്തരത്തിൽ പൂർണ്ണ തൃപ്തയാണെന്ന് തോന്നുന്നില്ല. എങ്കിലും അടുത്ത ചോദ്യം. ഒരു വസ്തുത എങ്ങനെയാണ് തൃപ്തികരമല്ല എന്ന് പറയുന്നത്? ഇതൊരു അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഇതൊരു സത്യമല്ലേ? നിങ്ങളിൽ പലരും യുവാക്കളാണ്. ലോകമധ്യം കണ്ടിട്ടില്ലെങ്കിലും ഈ ചെറിയ ജീവിതത്തിനിടയിൽ സങ്കടം അതിരുവിട്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ വിഷാദത്തിലായിട്ടില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഭൂരിഭാഗം പേരും മറ്റാരുടെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെയോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെയോ അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലേ? ഇതൊക്കെ സത്യങ്ങളാണ്. ഇത് അഭിപ്രായങ്ങളല്ല.